ഹലോ ഹായ് നമസ്കാരം. 10 പറയണം എന്ന് വിചാരിച്ച് തന്നെയാണ് പതിവിൽ നിന്ന് വിപരീതമായി കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ മൈക്കും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഇതുപോലെ സംസാരിച്ചിട്ട് ചിന്ന ചിന്ന ആസ എന്ന സിനിമയെക്കുറിച്ചാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറേ പറയാനുണ്ട്. ഇത് ശരിക്കും എന്നെ സംബന്ധിച്ചൊരു തെറാപ്പിയൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഉള്ളു തുറന്ന് ആരോടെങ്കിലും സംസാരിച്ചിട്ടോ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞതിന് ശേഷമോ, അല്ലെങ്കിൽ പുതിയ സന്തോഷങ്ങൾ ജീവിതത്തിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് അനുഭവിച്ചതിന് ശേഷമൊക്കെ നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയില്ലേ, അവിടെ എന്നെ കൊണ്ടെത്തിച്ച സിനിമയാണ്. ഞാൻ പറയുന്നത് ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. നിങ്ങളുടെ ഫോണിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന വൃത്തികെട്ടവന്മാരും വൃത്തികെട്ടവന്മാരും ഒക്കെ നിങ്ങളോട് പറയാൻ സാധ്യതയുള്ള കുറേ തമാശ രൂപേണയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള വൃത്തികെട്ടവരെ ഒന്നും തിയേറ്ററിലേക്ക് കൊണ്ടുപോകാതെ മനസ്സിനൊരു സുഖം കിട്ടുന്നൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴുള്ള മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത് ഭയങ്കര രസമാണ്. എല്ലാത്തിനെയും പുകഴ്ത്താനാണുള്ളത്. സിനിമയുടെ കഥാപരമായിട്ടാണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും അതിലെ ഓഡിയോ സെഗ്മെൻറ്റ്, അതുപോലെ പാട്ടുകൾ, എല്ലാം കൊണ്ടും ഇറ്റ്സ് എ വേറെ ലെവൽ പരിപാടി. ഒരൊറ്റ കാര്യം മാത്രം, അതിൻ്റെ ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സ്പോയിലറായിട്ട് ഞാൻ പറയില്ല, പക്ഷേ എന്നാലും ഞാനത് അവസാന ഭാഗത്തേക്ക് പറയാം. ഇനി നമ്മുടെ പതിവ് പോലെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്നതിലേക്ക് കിടക്കുന്നതിന് പകരം കുറച്ച് ആൾക്കാരുടെ പേര് പറയട്ടെ. വിഷ്ണു അഗസ്ത്യ, എൻ്റെ പൊന്നു മച്ചാനെ, മര്യാദയ്ക്ക് ആ സിനിമ കണ്ട് രസമുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി എന്തോ ഒന്ന് നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആ പ്രതീക്ഷ നിലനിർത്തി വളരെ ഭംഗിയുള്ള വാരണാസി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷ്ണു അഗസ്ത്യ ഒരു വരവ് വരും. ഒരു കാര്യമില്ലാതെ എന്നെ കരയിച്ചു കളഞ്ഞു. അയാൾ പറയുന്ന ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു പുരുഷൻ്റെ പെർസ്പെക്റ്റീവിൽ കൂടി, അതായത് അതും കൂടി മനസ്സിലാക്കുന്ന ഒരു പുരുഷനെ സ്ക്രീനിൽ കണ്ടു എന്നുള്ളത് ഒരു വലിയ സന്തോഷമായിരുന്നു. അതിൻ്റെ കൂടെ പക്ഷേ ഇയാൾ പെർഫോമൻസും ഉണ്ട്. എനിക്കറിയാം ഇങ്ങനെ ഇതാ പറയാൻ പോകുന്നത്, ഇതാണ് സിറ്റുവേഷൻ എന്നുള്ളത് പറഞ്ഞു തുടങ്ങിയപ്പോൾ മനസ്സിലായി. പക്ഷേ തീർന്നപ്പോൾ കണ്ണ് നിറഞ്ഞു വിടുമോ, നിങ്ങളെങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. അത്രയും നേരം രസമൊക്കെ ആയിട്ട് പോയിട്ട് അങ്ങേര് എന്താ പറയുക, തിയേറ്ററിലിരുന്ന് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് വളരെ കുറച്ച് സംഭവിക്കുള്ളൂ. അതിലൊന്ന് അങ്ങേരുണ്ടാക്കി. പിന്നെ പറയേണ്ടത് ഇന്ദ്രൻ ചേട്ടനാണ്. ഇന്ദ്രൻ ചേട്ടൻ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മധുബാല അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ കഥയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ വാരണാസി എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത്. അവരുടെ കുറേ കാഴ്ചകളും അവരുടെ അനുഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കൂടുതലും കടന്നു പോകുന്നത്. അത് അവരുടെ സിനിമയാണ്. പക്ഷേ ഇന്ദ്രൻ ചേട്ടൻ ഒരു രക്ഷയില്ല. എന്ത് മനോഹരമായിട്ടാണ് ആ മനുഷ്യൻ പ്രണയിക്കുന്നത്. അയ്യോ, എനിക്ക് സംവിധായിക വർഷയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നില്ലേ പണി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വാരണാസി പോലത്തെ ഒരു സ്ഥലത്ത് പോവുക. ഞാൻ ഇതിനെ കുറച്ച് കാണുമല്ലോ കേട്ടോ, അവരുടെ പണിയെ കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ ഇന്ദ്രൻസേട്ടൻ എന്ത് അനായാസമാണ് ഇത് ചെയ്യുന്നത്. അത് കാണുമ്പോൾ തോന്നുന്നു ഇന്ദ്രൻസേട്ടാ ഒരു സാധനം ഇങ്ങനെയാണ്, ഇങ്ങനെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ നാച്ചുറലി ഒരാൾക്ക് പെർഫോം ചെയ്യാനാണ് ഇവിടെ പാട്. കാര്യം ക്യാമറ ഓൺ ചെയ്ത ആക്ഷൻ എന്ന് പറയുമ്പോൾ ആരായാലും അഭിനയിച്ചു പോകില്ലേ. ഇതങ്ങനെ ഒന്നുമല്ല. ആ മനുഷ്യൻ ഇന്ദ്രൻ ചേട്ടൻ, നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ. ഇത് തമിഴ്നാട്ടിൽ റിലീസാകുമ്പോൾ ഇതിൽ വലിയ മാറ്റമൊന്നും വരുത്തേണ്ട ഇവർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മലയാളം തമിഴും ഒക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു കന്നഡ സാധനം എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് സിനിമയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുമ്പോൾ ഇവർക്ക് വേറെ ഡബ്ബൊന്നും വേണ്ടി വരില്ല. തമിഴ്നാട്ടുകാർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ദ്രൻ ചേട്ടനെ മറക്കില്ല. അവരിങ്ങനെ ഓർക്കും. അമ്മാതിരി ഒരു പെർഫോമൻസ് അങ്ങേര് കൊടുത്തിട്ടുണ്ട്. അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഒന്നും സംസാരിക്കാതെ അങ്ങേരുടെ ഒരു നോട്ടമുണ്ട്, ഒരു ഇരിപ്പുണ്ട്. ഇന്ദ്രൻ ചേട്ടാ ഈ ഒരു സിനിമയിൽ ഫിലോമിനെ അടിച്ച് ഫിറ്റായിട്ട് എന്തോ ഒരു അണ്ണാന്ന് വിളിച്ചിട്ടിരുന്ന് കരയുന്നതാണ്. അതുപോലെ ഇരുന്ന് പറയാൻ തോന്നുന്ന പോലെ അത്രയും സുന്ദരമായിട്ട് അയാൾ പ്രണയം അഭിനയിച്ചു. അയാൾ സ്നേഹം, വാത്സല്യം. ഇതിൽ മധുബാലയുടെ ക്യാരക്ടർ ചില സിറ്റുവേഷൻസിൽ ഇന്ദ്രൻ ചേട്ടനെ അവർ കണക്റ്റ് ആവുന്ന അവരുടെ അച്ഛൻ ഫിഗറിലേക്കൊക്കെയാണ്. നമ്മളും ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ ഒരു പ്രൈമറി കെയർ ഗീവറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ ട്രെയ്റ്റ്സ് നമ്മൾ അന്വേഷിക്കും. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുമ്പോൾ അവിടെ ഈ പറയുന്ന വാത്സല്യമുണ്ട്, കരുതലുണ്ട്, ഒന്നിനെയും ആരെയും ലിമിറ്റ് ചെയ്യാതെ സ്നേഹിക്കുക, കൂടെ കൊണ്ടു നടക്കുക എന്ന് പറയുന്ന ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ എന്ത് സുന്ദരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇന്ദ്രൻ ചേട്ടാ ഞാൻ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ വരണമെന്നുണ്ട്. അത്രയും സുന്ദരമായിട്ട് അദ്ദേഹം ആ വേഷം ചെയ്തു. മധുബാല ഇതിനു മുമ്പ് മലയാളത്തിൽ ഈ അടുത്ത വന്നിട്ടുള്ള ചില സിനിമകളിലൊക്കെ എനിക്ക് ഭയങ്കര ഓവർ ആക്ടിങ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുറേ എക്സ്പ്രഷൻ ഇടാൻ നോക്കുന്ന പോലെ. പക്ഷേ ഈ സിനിമയിൽ ഇത് മധുബാലയ്ക്കുള്ള ഒരു സിനിമയാണ്. ശരിക്കും മധുബാലയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കാരണം ചിന്ന ചിന്ന ആശയം എന്ന് പറയുന്നത് മധുബാലയുടെ ഒരു സിനിമയിലെ പാട്ടിൻ്റെ, അറിയാലോ, റോജയിലെ പാട്ടിൻ്റെ ഒരു റെഫറൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ സിനിമയിൽ അവരൊരു ഡാൻസ് കളിക്കുന്നുണ്ട്, അത് നറുമുഖയിലെ സ്റ്റെപ്പാണ് കളിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇത് അവരുടെ നമ്മുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ കാര്യങ്ങളുടെ അങ്ങനത്തെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ നോക്കി കാണാവുന്നതാണ്.
പക്ഷെ പുള്ളിക്കാരുടെ പെർഫോമൻസ് ഞാൻ ഒരു രക്ഷയില്ല. ചില സിറ്റുവേഷൻസിൽ അങ്ങനെ അവർ കഥ പറയുമ്പോൾ, അവർ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. അവരുടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്, ഒരു ബോട്ടിൽ കിടന്നിട്ട് ഇന്ദ്രൻ ചേട്ടനും മധുബാലയും കൂടിയുള്ള കോൺവെർസേഷൻ ഉണ്ട്. ഇത് ക്യൂട്ടായിട്ടാടോ. എന്ത് 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 നിങ്ങളിത് കാണണം പ്ലീസ്. നിങ്ങൾ ഇവരുടെയൊക്കെ ഗംഭീര പ്രകടനം കാണാൻ വേണ്ടിയിട്ട് ഈ സിനിമ കാണണം. ഗംഭീരം എന്ന് പറഞ്ഞാൽ മറ്റോ അലച്ച് തല്ലി വന്ന് കാന്താര കളിക്കുന്ന അല്ല. നമ്മളാണോ അവരെന്ന് തോന്നും, നമ്മുടെ അച്ഛനോ അമ്മയോ കൂട്ടുകാരനോ കൂട്ടുകാരിയാണോ അവരെന്ന് തോന്നും. അതുപോലെ ആയിരുന്നെങ്കിൽ ചില സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ അതുപോലെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുന്ന പോലെ. പിന്നെ നമ്മുടെ വിക്രമിലുള്ള ജാഫർ ഉണ്ടല്ലോ, പുള്ളിക്കൊരു കിടുക്കൻ സാധനമുണ്ട്. നിങ്ങൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം പുള്ളിയുടെ ഒരു സംസാരവും കാര്യങ്ങളും. ഹീ ഈസ് സോ ഗുഡ്, സോ ഗുഡ്. വെച്ചാൽ ഗംഭീര ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് അങ്ങ് മറച്ചിട്ടിരിക്കുക. തമിഴിലും അടിപൊളി ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒന്നും എടുത്ത് മാറ്റാനില്ല. എല്ലാവരും അടിപൊളി പെർഫോമേഴ്സ്, റാൻഡമായിട്ട് വന്ന് പോകുന്ന കൊച്ചു പിള്ളേർ വരെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുള്ളൂ. അപർണയും ഈ സിനിമയിൽ വളരെ കുറച്ചേ ഉള്ളൂ. അവർക്ക് റിലീസായിട്ടുള്ള ആ പാട്ടും അത് കൂടാതെ വളരെ കുറച്ച് സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതും അവർ ഗംഭീരമായിട്ട് തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളാണ് അപർണയുടെ ഡയലോഗ്സിലും ആ മോഡുലേഷനിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ആവേണ്ടത്. അതവർ ഗംഭീരമായിട്ട് എത്തിച്ചിട്ടുണ്ട്. കാളി വെങ്കിട്ടും ഒറ്റ സീനേ ഉള്ളൂ, ഒരൊറ്റ സീൻ. അവിടെ അയാൾ പോർട്രേ ചെയ്യുന്ന ഒരു അച്ഛനുണ്ട്. സംവിധായിക അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് എഴുതി വെച്ചിരിക്കുന്ന സാധനം അയാൾ പെർഫോം ചെയ്യുകയാണ്. അയാൾ അതിന് കൊടുക്കുന്നൊരു ടെക്സ്ചറുണ്ട്. അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാൾ ഡയലോഗ് ഡെലിവർ ചെയ്യുന്നതിൽ അവിടെയൊക്കെയും ഈ പറയുന്ന മധുബാലയുടെ ക്യാരക്ടർ എന്താണ് മിസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളെ അനുഭവിപ്പിച്ചെടുക്കുക എന്ന് പറയില്ലേ, അത് അടിപൊളിയാണ്. എല്ലാവരും ഈ സിനിമയിൽ ഒരു ഫ്രെയിമിൽ വന്നു പോയിട്ടുള്ള എല്ലാവരും ഗംഭീര പെർഫോമേഴ്സ്. അഭിനയം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ തോന്നിപ്പിക്കാതെ നമുക്ക് ആ ഒരു ഫീല് തരുന്നൊരു, എന്താ പറയുക, അത്ഭുതകരമായ പരിപാടി എന്നൊക്കെ പറയുന്ന പോലെ. വോ മാൻ, ഇനിയും ഇതിങ്ങനെ തുടർന്ന് പോയിരുന്നെങ്കിൽ, ഇനി ഒരു 2-3 മണിക്കൂറും കൂടി പടം ഇങ്ങനെ പോയിരുന്നെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് കണ്ടേനെ. ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഞാൻ കണ്ടേനെ. അങ്ങനെ നമ്മളെ അതിനകത്ത് പിടിച്ചിരുത്തുന്ന ഒരു പരിപാടി. അതിലടുത്ത പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് വിഷ്വലാണ്. വാരണാസി ഞാൻ ആദ്യമായിട്ട് ഇത്രയും വൃത്തിയായിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ വാരണാസി പൊതുവേ സിനിമയിൽ, ബോളിവുഡ് സിനിമകളിൽ അടക്കം വരുന്ന സമയത്ത് ഒരുപാട് പൂജയും പരിപാടി ബഹളവും അതിൻ്റെ ഇടയിൽ ഭസ്മവും അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ കാണുക. അങ്ങനെ അല്ലാതെ വരുന്ന സിനിമകളിലാണെങ്കിൽ പോലും ഇപ്പം വൃത്തിയായിട്ട് കാണിക്കുന്ന സ്ഥലങ്ങൾ ഫുൾ നല്ല ക്ലീനായിട്ട് നമുക്ക് എവിടെ ചെന്നാലും ഇരിക്കാൻ തോന്നുന്ന പോലത്തെ അങ്ങനത്തെ സ്ഥലങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ആ ശാന്തത ഫീൽ ചെയ്യും. അതായത് വാരണാസിയെ ശാന്തമായി കാണിക്കുന്നു എന്നുള്ളതല്ലേ. ഇപ്പോൾ പല സിനിമകളിലും നോക്കുകയാണെങ്കിൽ ഒരു രൗദ്രഭാവം എവിടെയോ കിടന്ന് അങ്ങനെ ഉണ്ടാകും. പക്ഷേ ഇവിടെ വളരെ ശാന്തമായി അങ്ങനെ സമാധാനമായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുന്ന വാരണാസി. അവിടെ ചെന്ന് നമുക്കങ്ങനെ ഇരിക്കാൻ തോന്നും. ഈ സിനിമയിൽ അങ്ങനെ 2 ആൾക്കാരെ കാണിക്കുന്നുണ്ട്, 2-3 ഫ്രെയിമിൽ. അപ്പോൾ അതേപോലെ നമുക്ക് അവിടെ ചെന്ന് ഇരിക്കാൻ തോന്നുന്ന പോലെ അത്രയും സുന്ദരമായി വാരണാസിയെ കാണാൻ പറ്റി എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ, സ്നേഹം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അവിടെ വന്നു പോകുന്ന ആളുകളും അവിടെയുള്ള ആളുകളും തമ്മിൽ ഉണ്ടായി വരുന്ന കാലങ്ങൾ കൊണ്ടുണ്ടായി വരുന്നൊരു ബോണ്ട്, ഒരുപക്ഷെ ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നൊരു ബോണ്ട്. അങ്ങനെ വാരണാസി എന്ന് പറയുന്നത് ശരിക്കും വാരണാസിക്കാർക്ക് അവരുടെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ സിനിമ അതുപോലെ എടുത്ത് ഉപയോഗിക്കുക. അത്രയും സുന്ദരമായി വാരണാസിയെ കാണിച്ചിരിക്കുന്നു. അത് ഏറ്റവും ക്ലീനായിട്ട് കാണിച്ചിരിക്കുന്നു. അങ്ങോട്ട് പോകാൻ തോന്നിപ്പിക്കുന്ന അങ്ങനത്തെ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇവരെ ഓരോരുത്തരും, ഇവരുടെ കോസ്റ്റ്യൂംസ്, നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ, രാപ്പകലില്ലാതെ അങ്ങനത്തെ കുറേ വിഷ്വൽ സാധനങ്ങൾ. അതിൽ വിഷ്വൽ എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നതാണ് മധുബാലയ്ക്ക് ഒരുപാട് സ്കിൻ സോഫ്റ്റനിങ് ചെയ്തോ എന്നെനിക്ക് തോന്നി. കാര്യം അത് ചില ഷോട്ടുകളിൽ ഏറിയും കുറഞ്ഞു ഇരിപ്പുണ്ടായിരുന്നു. 1. 2, ചില സിറ്റുവേഷൻസിൽ ഇവർ ക്യാമറ മാറുന്നതാണോ അതോ ഇപ്പം അവർ കുറച്ച് കൊത്തുപണികളുള്ളൊരു സ്ഥലത്ത് വന്നിരിപ്പുണ്ട്. അപ്പോൾ ആ കൊത്തുപണികളുടെ ടെക്സ്ചർ മുഴുവൻ നമുക്ക് നമ്മുടെ വിഷ്വലിൽ കിട്ടണം, അതിൻ്റെ ഭംഗി കിട്ടണം എന്നുള്ളത് കൊണ്ട് അവർ സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്തിട്ടാണോ എന്നറിയില്ല. ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല ഒരു ഡെപ്തുള്ള വിഷ്വൽസ് കാണുമ്പോൾ ചില സ്ഥലത്ത് ഫോണിൽ ഷൂട്ട് ചെയ്ത പോലെ. ഇവരൊരു റിക്ഷയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഷോട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ഫോണിൽ ഷൂട്ട് ചെയ്തതാണോ എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നൽ വന്നു. അത്രയും നേരമുള്ള ക്യാമറ വിഷ്വൽ പരിപാടികളിൽ നിന്ന് ലെൻസ് മാറുന്നതിൻ്റെ ഒക്കെ ആയിരിക്കാം. പക്ഷേ അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ഗംഭീരമായിരുന്നു. ഇറ്റ്സ് എ തെറാപ്പി മാൻ. നിങ്ങളിങ്ങനെ ഇരിക്കും, നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അതിൽ നമുക്ക് ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടത് DOP ഫായിസ് സിദ്ദിഖാണ്, എഡിറ്റർ റെക്സൻ ജോസഫ്, ആർട്ട് ഡയറക്ടർ സാബു മോഹൻ, കോസ്റ്റ്യൂം സമീറ സനീഷ്, മേക്കപ്പ് ആൻഡ് ഹെയർ രഞ്ജിത്ത് അമ്പാടി, DI ചലച്ചിത്രം ഫിലിം സ്റ്റുഡിയോ, കളറിസ്റ്റ് ഷൺമുഖ പാണ്ഡ്യൻ. എല്ലാവരും ചേർന്ന് വിഷ്വൽ ഗംഭീരാക്കിയിട്ടുണ്ട്. വിഷ്വലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഈ ഇൻ്റർവെൽ ബ്ലോക്കിലൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ കുറച്ച് AEയോ VFXോ അങ്ങനെ എന്തോ ചെയ്ത പോലത്തെ അങ്ങനത്തെ വളരെ മൈന്യൂട്ട് കാര്യങ്ങൾ മാറ്റി എടുത്തു കഴിഞ്ഞാൽ വിഷ്വൽ സ്വീറ്റാണ്, ക്യൂട്ടാണ്. പിന്നെ പറയേണ്ടത് ഇതിനെ ഒരു തെറാപ്പി ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കാണ്. എന്താണ് മാൻ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്? പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, 2-2.25 മണിക്കൂർ നമ്മൾ അങ്ങനെ ഇരിക്കും, അങ്ങനെ കേട്ടിരിക്കും. ഇടക്കും തലക്കും ചില വൃത്തികെട്ടന്മാർ അപ്പുറത്തിരുന്ന് ഡയലോഗ് അടിക്കുന്നതും ഫോൺ വരുന്നതും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരിക്കും.
ഒരു പ്രശ്നവുമില്ല. എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അവരവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോളും. നമ്മൾ പിള്ളേരെ കുറിച്ച് പറയില്ല എന്ന് പറയുന്ന പോലെ, നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആക്കുന്ന പോലെ, നമ്മുടെ ഒരു ഇന്നർ സെൽഫിന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചത് എന്തൊക്കെയോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ ശാന്തമായിട്ട്, ആ വാരണാസി കാണിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ശാന്തമായിട്ട് നമ്മളെ ആ ഒരു മൂഡിലേക്ക് കൊണ്ടുപോയി അവിടെ അങ്ങ് ഇരുത്തും. അതാണ് ഗോവിന്ദ് വസന്ത് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. പാട്ടുകളൊക്കെ സ്വീറ്റ് മാൻ എന്ന് വെച്ചാൽ കൾച്ചറലി വേറെ കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പം വാരണാസിയുടേതായിട്ടുള്ള പിന്നെ ഒരു കഥക് സോങ് വരുന്നുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അവിടെയൊക്കെ ഇയാൾ എന്ത് മനോഹരമായിട്ടാണ് ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഏത് മനുഷ്യനെയും, അതായത് ഈ പാട്ടുകളുടെ മുഴുവൻ അർത്ഥം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ പോലും സംതിങ് സൂത്തിങ് എന്നെ അങ്ങനെ ഇരുത്തും. എനിക്ക് കുറേ സമയത്തേക്ക് ഞാൻ എൻ്റെ ബാക്കി പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് ഞാനിങ്ങനെ കാമായിട്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ മ്യൂസിക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗണ്ട് ഡിസൈനർ രംഗനാഥ് രവിയാണ്. ആൻഡ് ഫൈനലി ഇതിൻ്റെ കഥാപരമായിട്ടുള്ള കാര്യങ്ങൾ, രണ്ടുപേര് കാശിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഒരാൾ അയാളുടെ കയ്യിലുള്ള പേഴ്സും ഫോണും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവിടെ പേഴ്സണൽ ഒരു ആവശ്യത്തിന് വന്നിട്ടുള്ള ഒരാൾ, അവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്നു. ഒരാൾ മറ്റേ ആളെ സഹായിക്കാൻ വേണ്ടി നടക്കുന്നു. അങ്ങനെ ഒരു ദിവസം വാരണാസിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവരുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ആളുകൾ. പക്ഷേ അവരൊറ്റ ദിവസം കൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ടായ എല്ലാ മേജർ ഇൻസിഡൻസും, അവർ കടന്നു പോയിട്ടുള്ള ഇമോഷണൽ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, രണ്ടുപേരും എന്താണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് രണ്ട് പേർക്കിടയിൽ പ്രേമം ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നൊരു സിറ്റുവേഷനില്ലേ, ഇത് അവർ പ്രേമിക്കുക അത് അവരുടെ സൗകര്യം. പക്ഷേ നമുക്ക് തോന്നുന്നേ ഇവർക്ക് അങ്ങോട്ട് ജീവിച്ചുകൂടെ ഒരുമിച്ച്, ഇവർക്ക് എന്താ ഇവരിങ്ങനെ നമുക്ക് തോന്നും, നമുക്ക് സ്ക്രീനിൻ്റെ അകത്ത് കയറിയിട്ട് ഇവരോട് പറയാൻ തോന്നും. ആ രീതിയിൽ ഇതിൻ്റെ കഥ പറച്ചിലുണ്ട്. ഒരൊറ്റ ദിവസം സ്റ്റോറി അത്രയും സുന്ദരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടനും മധുബാലയ്ക്കും, നമ്മൾ പറഞ്ഞ വിഷ്ണു അഗസ്ത്യയ്ക്കും ജാഫറിനും എല്ലാവർക്കും ഇങ്ങനെ നിറഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു കഥ. പക്ഷേ ഇറ്റ്സ് സോ സ്മൂത്ത്, സിൽക്ക് പോലത്തെ ഒരു കഥ. ഇങ്ങനെ വാരണാസിയിൽ നമ്മൾ ആ തീരത്തിരുന്ന് ഓളങ്ങളിലൊക്കെ കൈവെക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ആ ഒരു ഫീലുള്ള പോലെ അങ്ങനെ കഥ പറഞ്ഞു പോകുന്ന, അതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായികയുമായിട്ടുള്ള വർഷ വാസുദേവനാണ്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു കഥ പറഞ്ഞു. എനിക്കതിലാകെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്ന സിനിമകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട്, വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ. ആ പാറ്റേൺ ഇതിലും പിന്തുടരുന്നുണ്ട്. അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് കഥ പറയാമായിരുന്നു എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് അതിനകത്ത് ചേർത്ത് വെക്കാനുള്ളൂ. കാര്യം അങ്ങനെ അവതരിപ്പിച്ചില്ലെങ്കിൽ പ്രേക്ഷകർ എന്ത് വിചാരിക്കുമെന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ അവതരിപ്പിച്ചതൊക്കെ ഹിറ്റായിട്ടുണ്ടെന്ന് വിചാരിച്ചോ നിങ്ങൾ അത് തന്നെ തുടരേണ്ടതില്ലല്ലോ. അപ്പം ആ ഒരു പോർഷനിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായി എന്തെങ്കിലും ഒന്ന് ആലോചിക്കാമായിരുന്നു എന്ന് തോന്നി. ഇത് ക്രിയേറ്റീവ് അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ കുറച്ചും കൂടി ക്രിയേറ്റീവായി നമുക്കതിനെ എങ്ങനെ അടുത്തൊരു ലെവലിലേക്ക് പ്രേക്ഷകരെ കൂടി ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്ത അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഉണ്ടല്ലോ ആ ക്ലൈമാക്സ് പോർഷൻ അവിടെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ബാക്കി ആസ് എ മൂവി തിയേറ്ററിൽ ഇങ്ങനെ ഒരോളത്തിൽ മണിയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ സ്വസ്ഥമായിട്ടിരുന്ന് കണ്ടു. എൻ്റെ ഉള്ളിലുള്ള കുറേ പെയിൻസിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുടെ മനസ്സും അവരുടെ ഇമോഷൻസും ഒക്കെ നമ്മുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന പോലെ അങ്ങനൊരു ഭയങ്കര ജേണിയാണ് ഈ സിനിമ. ഇന്ന് ഞാൻ 3 സിനിമ കണ്ടു. ഇന്നലെ അർദ്ധരാത്രി ഒരു സിനിമ കണ്ടിട്ടാണ് തിരിച്ചു വന്നത്. രണ്ടാമത് കണ്ടത് സമന്തയുടെ സിനിമയായിരുന്നു, 2.5 മണിക്കൂർ പടം. പക്ഷേ ആ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നു എന്ന് ഞാൻ ആ റിവ്യൂവിൽ പറഞ്ഞു. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ രാവും പകലും ഇല്ലാതെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഉറക്കം വരുന്നതെന്ന്. ഞാൻ എന്തിനാണ് ആ വീഡിയോയിൽ ഉറക്കം വന്നതെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പടം കണ്ട് ബോറടിച്ച് ഉറക്കം വന്നു എന്നാണ്. നമ്മൾ എത്ര ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും ചില സിനിമകളുണ്ട് നമ്മളെ അങ്ങനെ ഇരുത്തിക്കളയും. ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഉറക്കം പോയിട്ട് വിശപ്പിനെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ ആലോചിക്കാതെ അത്രയും സമയം ഇരുന്ന് കണ്ടു തീർത്തൊരു സിനിമ. അങ്ങനെ പറ്റുമെന്നേ. ഗംഭീര സിനിമകൾക്ക് നമ്മളെ വേറെ ലോകത്ത് കൊണ്ടുപോകാൻ പറ്റും. ബാഹുബലി ഞാൻ കാണുന്നത് വെളുപ്പിന് ഡ്യൂട്ടിക്ക് കയറി അച്ചം പുച്ചം പണിയെടുത്ത് ഇനി നേരെ നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു സമയത്ത് രാത്രി 11:30-ക്കുള്ള ഷോ. ടിക്കറ്റ് നേരത്തെ എടുത്താണ്. ഇന്ന് അത്രയും പണി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു രാത്രി പോയി എന്നിട്ടാണ് ഞാൻ ബാഹുബലി കണ്ടത്. വെളുപ്പാങ്കാലം വരെ സിനിമ ഉണ്ടായിരുന്നു. 11:30 എന്ന് പറയുമ്പോൾ PVR ലുലു അറിയാലോ, ഇവരിങ്ങനെ വലിച്ചു നീട്ടി പരസ്യമൊക്കെ ഇട്ടിട്ട് എവിടം വരെ കൊണ്ടുപോകുന്നത്. ഞാൻ ഉറക്കത്തിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ചില സിനിമകൾ അങ്ങനെയാണ്. നമ്മുടെ ക്ഷീണം, നമ്മുടെ വിശപ്പ്, നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാത്തിൽ നിന്നും മാറി നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി നമ്മൾ എന്തൊക്കെയോ ആക്കിയിട്ട് അവർ തിരിച്ചു കൊണ്ടുവരും. അതിന് പറ്റുന്ന അതിഗംഭീരമായ ചേരുവകൾ ഒരുമിച്ച് ചേരുന്ന ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് ചിന്ന ചിന്ന ആസൈ.